നമസ്കാരം. FundEd360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആർബിട്രാജാണ്. ഈ ഒരു വാക്ക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ആർബിട്രാജ് ഫണ്ട്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു പണ്ട് കാലങ്ങളിലൊക്കെ വളരെയധികം ആർബിട്രാജ് ഫണ്ട്സും ആർബിട്രാജ് ഫണ്ട് മാനേജേഴ്സും ഇവരൊക്കെ വളരെയധികം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. ഭയങ്കരമായുള്ള ബുൾ മാർക്കറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസമൊക്കെ ഏകദേശം കുറച്ചൊന്ന് കെട്ടടങ്ങിയെന്ന് വേണം കരുതാൻ. പക്ഷേ ആർബിട്രാജ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു റിസ്ക് കുറഞ്ഞ ഒരു റിസ്ക് മാനേജിങ് മെക്കാനിസമാണത്. അത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ ആർബിട്രാജ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളപ്പോൾ ദുബൈയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ എവിടെയെങ്കിലും പോയി അവിടെ നിങ്ങളൊരു ജ്വല്ലറി ഷോപ്പിലോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞു. നിങ്ങൾ സ്വർണം കണ്ടു. സ്വർണം കണ്ടപ്പോൾ അവിടെ സ്വർണം 10 ഗ്രാമിന് 100 രൂപയാണെന്നിരിക്കട്ടെ. അതൊന്നുമല്ല, സ്വർണത്തിൻ്റെ വില കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ 100 രൂപ എന്ന് പറഞ്ഞതാണ്, കാൽക്കുലേറ്റ് ചെയ്യാനും എളുപ്പമായതുകൊണ്ട്. അപ്പോൾ 10 ഗ്രാം സ്വർണത്തിന് 100 രൂപ എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ അവിടെ കണ്ടു 10 ഗ്രാമിന് 100 രൂപ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ വില 110 രൂപയാണ്. 10 ഗ്രാമിന് 110 രൂപ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അവിടുന്ന് വാങ്ങിച്ച് ഞാൻ ഏതായാലും തിരിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 10 രൂപ ലാഭം കിട്ടും. ഒരേ കമ്മോഡിറ്റിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, സ്വർണം. നിങ്ങൾ 2 മാർക്കറ്റിൽ വിൽക്കുമ്പോൾ 2 വില ലഭിക്കുന്നു. ഒരേ കമ്മോഡിറ്റിക്ക് ഒരേ ദിവസം 2 മാർക്കറ്റിൽ 2 വില. ആർബിട്രാജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരേ സാധനം, ഒരേ സെക്യൂരിറ്റി 2 പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു 2 വിലയ്ക്ക്. ഒന്ന് വാങ്ങും, ഒന്ന് വിൽക്കും. അതായത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല സ്റ്റോക്കുകളും ക്ലോസ് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് കാണുക. ക്ലോസ് ചെയ്യാത്തപ്പോഴും നിങ്ങൾ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് ബൈയോ സെൽ ഓർഡറോ ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇൻഫോസിസ് ബൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ NSEയുടെയും BSEയുടെയും വില കാണിക്കും. ആ ഒരു വിൻഡോയിൽ വില കാണിക്കുമ്പോൾ രണ്ടും തമ്മിൽ ചിലപ്പോൾ 5-10 പൈസയൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങളപ്പം NSEയിൽ വാങ്ങിച്ച് BSEയിൽ വിൽക്കുകയാണെങ്കിൽ, അതായത് എവിടെയാണോ കൂടുതലുള്ളത് അവിടുന്ന് എവിടെയാണോ കുറവുള്ളത് അവിടെ നിന്നും വാങ്ങിച്ച് കൂടുതലുള്ള എക്സ്ചേഞ്ചിൽ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ലഭിക്കും. അത് ആ ഒരു ലാഭം വളരെ ചെറുതാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. നിങ്ങൾ വലിയ ഒരു ബുള്ളിഷ് മാർക്കറ്റിൻ്റെ അകത്ത് കിട്ടുന്ന ലാഭം ഇല്ലാത്തത് ഒന്നും ഉണ്ടാകില്ല. ചെറിയൊരു ലാഭമാണ്, പക്ഷേ അത് അതേ ദിവസം അപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ടാണ് കരുതപ്പെടുന്നത്. നിങ്ങൾക്കപ്പോൾ ചോദ്യം ഉണ്ടാകും, അതെങ്ങനെ നടക്കുമെന്നുള്ളത്. ആർബിട്രാജ് കാരണം ഇൻഫോസിസ് ഇന്ന് ഞാനിപ്പോൾ വാങ്ങിച്ചു, ഇൻഫോസിസിൻ്റെ വില 1000 രൂപയാണെന്നിരിക്കട്ടെ. ഞാനിപ്പോൾ 1000 രൂപയ്ക്ക് ഇൻഫോസിസ് BSEയിൽ വാങ്ങിച്ചു. അതേസമയം NSEയിൽ ഇൻഫോസിസിൻ്റെ വില 1005 രൂപയാണെന്നിരിക്കട്ടെ. ഞാനപ്പോൾ NSEയിൽ ഇൻഫോസിസ് വിറ്റു എന്നിരിക്കട്ടെ. അപ്പോൾ 1000-ന് BSEയിൽ വാങ്ങിച്ചത് NSEയിൽ 1005-ന് വിൽക്കുന്നു. 5 രൂപ ലാഭം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഇൻട്രാഡേ ആണെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ അതൊരു ഷോർട്ട് സെല്ലായി പോകില്ലേ എന്ന്. അതിനാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആർബിട്രേജ് തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും അതിൻ്റെ ഒരു അട്രാക്റ്റീവ് അല്ലാത്തതിൻ്റെ ഒരു കാരണവും അവിടെയാണ് ഇരിക്കുന്നത്. എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോശമില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ആദ്യം നടത്തണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആർബിട്രാജ് എയർ സെയിലൊക്കെ എങ്ങനെയാണ് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഉദാഹരണമായി നിങ്ങളൊരു 100 ഷെയർസ് ഏതെങ്കിലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഷെയറിനെ കുറിച്ച് നിങ്ങൾ കുറച്ചൊന്ന് അനലൈസ് ചെയ്യണം, നിങ്ങൾ കുറച്ച് പഠിക്കണം. പ്രധാനമായും അതിനുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ലിക്വിഡിറ്റി കുറച്ചധികം വേണം. ലിക്വിഡിറ്റിയും വോളിയം കുറച്ചധികമുള്ള ഷെയർസ് ആയിരിക്കണം അത്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്ക് മാത്രമേ ഒരു ആർബിട്രാജിന് നമ്മൾ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത രീതിയിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ MRF പോലത്തെ ഒരു ഷെയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ജനറലി MRFന് വോളട്ടിലിറ്റി കുറച്ച് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും NSEയും BSEയിലും ഒരേപോലത്തെയൊക്കെ തന്നെ ട്രേഡ് ചെയ്ത് പോകാറ് പലപ്പോഴും. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു ഹൈ വോളട്ടൈല്ല, കുറച്ച് വോളട്ടിലിറ്റി വേണം. അതേസമയം തന്നെ ലാർജർ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കണം. അതേപോലെ തന്നെ ലിക്വിഡിറ്റിയുമുള്ള ഒരു ഷെയർ കണ്ടുവെക്കുക, നോക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻഫോസിസ് ആണ് കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ ഇൻഫോസിസ് നിങ്ങൾ ഒരു 100 ക്വാണ്ടിറ്റി, ഞാൻ ഉദാഹരണമായി പറയുകയാണ്, ഒരു 100 ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങിക്കുന്നു. ഇൻഫോസിസിൻ്റെ വില 1000 രൂപയാണെന്നിരിക്കട്ടെ. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇൻഫോസിസ് 100 ക്വാണ്ടിറ്റി വാങ്ങിച്ചു. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കത് ഡെലിവറി വന്നു. ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിച്ചു, NSEയിൽ നിന്നോ BSEയിൽ നിന്നോ വാങ്ങിച്ചു, നിങ്ങൾക്കത് ഡെലിവറി കിട്ടി. നിങ്ങൾക്കറിയാമല്ലോ, ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ള എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്ചേഞ്ചിൽ വാങ്ങാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഡെലിവറി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആർബിട്രാജ് വാല്യൂസ് ഏറ്റവും അധികം ഏതാണ് വയബിൾ ആയിട്ടുള്ളത്, ഏതാണ് നടക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ moneycontrol.comൻ്റെ അകത്തൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. നിങ്ങൾക്ക് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് moneycontrol.comൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാനൊരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് പറ്റുന്ന ഷെയർ വാങ്ങിക്കാം. ഉദാഹരണമായിട്ട് നമ്മളെടുത്ത പോലെ ഇൻഫോസിസ് ആണെങ്കിൽ 1000 രൂപയ്ക്ക് നിങ്ങൾ 100 വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾ ഡെലിവറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ സാധാരണ പോലെ തന്നെ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ BSE NSE വില നിലവാരം നോക്കുക. അപ്പോൾ അതിൽ കൂടുതൽ വില ഏതിലാണോ കാണിക്കുന്നത് അവിടെ നിങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ സെല്ല് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും ക്വാണ്ടിറ്റി ആ ഒരു എക്സ്ചേഞ്ചിൽ സെല്ല് ചെയ്യുക. മറ്റൊരു എക്സ്ചേഞ്ചിൽ, അതായത് BSEയിലാണിപ്പോൾ 1050 രൂപ ഇരിക്കുന്നതും NSEയിൽ 1040 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ BSEയിൽ അത് സെല്ല് ചെയ്യുന്നു 1050 രൂപ. NSEയിൽ നിങ്ങൾ അതേ സമയം തന്നെ നിങ്ങൾ NSEയിൽ വാങ്ങുന്നു. സമയം ഡിലേ ആയി കഴിഞ്ഞാൽ രണ്ടും നോർമലൈസ് ചെയ്ത് പോകും, രണ്ടും ഈക്വലായിട്ട് പോകും. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ BSEയിൽ വിൽക്കുകയും NSEയിൽ വാങ്ങിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപ ഡിഫറൻസ് നിങ്ങൾക്ക് ലാഭമായി ലഭിച്ചു. അപ്പോൾ അതിനകത്ത് STT ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത്, കാരണം ഇത് ഇൻട്രാഡേ ട്രേഡ് അല്ല, ഇത് ഡെലിവറി ട്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രോക്കറേജ്, സാധാരണ പല ബ്രോക്കറേജ് ഹൗസും എടുക്കാറില്ല ഡെലിവറിക്ക്. അപ്പോൾ STT ഒക്കെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതൊരു നോമിനൽ ആയിട്ടുള്ള ഒരു വിലയെ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. നിങ്ങൾ 1 ലക്ഷം രൂപ, ഈ ഒരു ഉദാഹരണത്തിലാണെങ്കിൽ 1000 രൂപയുള്ള ഇൻഫോസിസ് 100 ഷെയർ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ആകെ ഇത് തമ്മിലുള്ളൊരു ചെറിയൊരു ഡിഫറൻസ്, ഏകദേശം 1% താഴെയൊക്കെ ഉള്ളൊരു ചെറിയ ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് 1% ഒന്നും ഉണ്ടാകത്തില്ല, 1% ഒക്കെ വളരെ കൂടിയ വാല്യൂ ആണ്. ഒരു 0.1% ഒക്കെയാണ് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു ഡിഫറൻസ് അതോ ആ ഒരു ലാഭം നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കുന്ന ലാഭമാണ്. അതുകൊണ്ട് ആർബിട്രേജ് ഫണ്ട്സൊക്കെ പണ്ട് കാലങ്ങളൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യം ഞാൻ കാര്യമായിട്ട് ട്രാക്ക് ചെയ്യാറില്ല. പക്ഷേ അതിൻ്റെ ഒരു അട്രാക്ഷൻ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ അകത്ത് ആർബിട്രാജ് അല്ലെങ്കിൽ ആർബിട്രാജ് ഫണ്ട്സിൻ്റെയൊക്കെ അട്രാക്ഷൻ കുറഞ്ഞു പോയത് ഈ ഒരു കാരണം കൊണ്ടാണ്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഒരു വെറൈറ്റി എന്ന രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. റിസ്ക് താരതമ്യേന ഇല്ലാത്ത ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരേ സമയം തന്നെ ഇത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും, ഈ ആർബിട്രാജിന് ഇരിക്കുന്ന പലരും ചെയ്യാറുള്ളൊരു കാര്യം, ഒന്നിൽ കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ കയ്യിൽ വെക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ സെറോധയിൽ വിൽക്കാനുള്ള ഓർഡറും ജിയോജിത്തിൽ ബൈ ചെയ്യാനുള്ള ഓർഡറും ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ സെറോധയിൽ ഒരെണ്ണം വിറ്റ് കഴിഞ്ഞ് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയല്ല, ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന വരെയുള്ള 2-3 സെക്കൻഡുകൾ ആ ഒരു സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആർബിട്രാജ് ചെയ്യുന്ന പലരും ഒന്നിൽ കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് 1-2 സിസ്റ്റത്തിൻ്റെ അകത്ത് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.